നമസ്കാരം, ഞാൻ മൃണാൾ. നല്ല തിരക്കുള്ള റോഡിന്റെ സൈഡിലെ തട്ടുകടയിൽ ഇങ്ങനെ ആവി പറക്കാണ്. തേങ്ങാച്ചോറ്, നെയ്ച്ചോറ്, പലതരം ചോറുകള്, പിന്നെ ബീഫ്, ബോട്ടി, ചിക്കൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പുട്ട്, പൊറോട്ട, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഒരു ഫാക്ടറി പോലെയാണ് ഈ സ്ഥലം വർക്ക് ചെയ്യുന്നത്. കഴിക്കാൻ ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരാൾക്കും വിശ്രമമില്ല. കുക്ക് ചെയ്യുന്നവരുടെ കൈക്കും കഴിക്കുന്നവരുടെ കൈക്കും വായിക്കും. ബീഫിന് നല്ല എരിവാണ്, പക്ഷേ അത് പോരാ എന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് കിട്ടും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഏതായാലും പരിപ്പും കൂട്ടിയാണ് നെയ്ച്ചോറ് കഴിക്കാൻ പോകുന്നത്. ബീഫ് വെറുതെ ഒരു രസത്തിന് അതിൻ്റെ മുകളിൽ 2 കഷ്ണം വെക്കാമെന്നല്ലാതെ നമുക്ക് ബീഫിനോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. നല്ല മാണിക്കാത്ത നെയ്ച്ചോറ്, അച്ചാറ്, പരിപ്പ്, ഗ്രേവി പോരാത്തതിന് മറ്റേ ബക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ, അവിടെയൊക്കെ ഉണ്ട്. ചിക്കൻ, ബീഫ്, ചോറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവി പറന്നിട്ട് എൻ്റെ പൊന്നു മോനെ സ്പൂണേ, എനിക്കൊരു എന്താ കാര്യം, നീ ഇവിടെ നിന്നോ. ഇതാണ് പെരുമ്പാവൂരിലെ പരിപ്പ് കറി. ബേസിക് പരിപ്പ് കറി വിത്ത് ലോട്ട്സ് ഓഫ് വറുത്തിട്ട കടുക്. കാണാൻ മോനെ ഷട്ടറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത്തെ കച്ചവടം തീർത്തിട്ട് ഷട്ടറിട്ടാണ്. ആ ബീഫ് എനിക്ക് ഇഷ്ടമായിരുന്നു. റബ്ബറിനസ് എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ ഈ ബീഫിൻ്റെ ബോഡിയിൽ അതിന് അതിൻ്റെ ഒരു പോർക്കിനെ വന്ന ടേസ്റ്റാണ്. ചിലപ്പോൾ പോർക്ക് കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ല, ബീഫ് കഴിക്കുന്ന നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒരു 55%, 60 to 58 കിട്ടിയേ. ഇതാണ് യഥാർത്ഥ ബീഫ്. ചിക്കനെ നെയ്ച്ചോറുമായിട്ട് യോജിക്കുന്ന പ്രവർ അതിൽ എല്ലുണ്ടാവും. നമ്മളെന്ത് ചെയ്യണം, അവരെ വിമതരായി കണ്ട് മാറ്റി വെക്കണം. ചില കേസിലൊക്കെ കംപ്ലീറ്റ് വിമതരായിരിക്കും, നോക്കി കണ്ട് ചെയ്യണം. ഈ റൈസും ബീഫും തമ്മിലുള്ള പോലൊരു ഹാർമണി ഈ ചിക്കൻ തമ്മിൽ ഉണ്ടാവുന്നില്ല. അതിൻ്റെ അർത്ഥം ചിക്കൻ മോശമാണെന്നല്ല കേട്ടോ. പപ്പടം ഇല്ല, മുറിച്ചിട്ട നാരങ്ങയില്ല, അതൊക്കെ നമ്മൾ സഹിച്ചേക്കണം. പക്ഷേ ഗ്രേവി മോശമായി നമ്മൾ സഹിക്കില്ല കേട്ടോ. നെയ്ച്ചോറും നല്ലോണം കടുക് ചേർത്ത് പരിപ്പ് കറി. പെരുമ്പാവൂരുള്ളവർക്ക് ഒരു അത്ഭുതമായിരിക്കില്ല, വേറെയും കുറേ സ്ഥലത്ത് നെയ്ച്ചോറും പരിപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒരുപാട് പേർക്ക് സഹിക്കാൻ പറ്റില്ല. നെയ്ച്ചോറിൽ പരിപ്പോ കഴിച്ചു നോക്കാത്തടത്തോളം മനസ്സിലാവില്ല. അതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് കഴിച്ചു നോക്കാത്തടത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പരിപ്പ് നെയ്ച്ചോറ് വെച്ച് ഫുഡാണ്, കാരണം നെയ്യ് ചേർത്ത ചോറാണോ വലിയ വലിയ ആൾക്കാരുടെ പരിപ്പ് സാധാരണക്കാരുടെ ഭക്ഷണമല്ലേ. വലിയ റിച്ചായിട്ടുള്ള ഞങ്ങളുടെ ഫുഡിലേക്ക് സാധാരണക്കാരൻ്റെ പരിപ്പ് ചേർന്നപ്പോൾ അതിന് കിട്ടിയൊരു എലിവേഷൻ ഉണ്ടല്ലോ, ഭീകരം. ഈ നെയ്ച്ചോറിനും പരിപ്പിനും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, ആവശ്യത്തിൻ്റെ പരിപ്പരിയില്ല. രണ്ടാമത് ചോദിച്ചു മേടിച്ചതാണ്, മതിയാവൂല. ഇതിലേക്ക് ഏശി വെച്ചാൽ ടച്ച് ചെയ്യണം. എന്നിട്ട് ഈ ബീഫ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. പപ്പടം ഇല്ലാത്തത് ഒരു വലിയ വലിയ കുറവാട്ടോ. അപ്പം എന്താ ചെയ്യുക, നമ്മൾ സഹിക്കന്നെ. നല്ല ഡാർക്ക് ബീഫാണ്. സ്പൈസസ് ഇങ്ങനെ ചുറ്റും ഇറുകി പിടിച്ച് എണ്ണയും കൊഴുപ്പും ഇങ്ങനെ ടൈറ്റ് ആയിരിക്കുന്ന ബീഫാണ്. അതിൻ്റെ അടിയിലേക്ക് വിനാഗിരി ചേർന്ന് കുറച്ച് അച്ചാറ് ചേർന്നപ്പെട്ടതാണ്, നാരങ്ങച്ചാറ്. സാറായി.